5ാം ക്ലാസ്സിലെ റാഷിദ് വി കഥയുമായി. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. മനുഷ്യനുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉമ്മമാരിൽ നിന്നും ഉമ്മൂമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ടാകും. ബദർ, ഇതിഹാസങ്ങളുടെ രണഭൂമി. ആയുധങ്ങളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇരു സൈന്യവും തയ്യാറായി കഴിഞ്ഞു. ഇരു സൈന്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം സൈന്യവും അമുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിന്റെ നേതാവാരാ? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തെന്നോ? എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിയും അണികളുടെ സഫ് ശരിയാക്കിയും. അപ്പോൾ അണികളുടെ സഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സഫ് ശരിയായി നിന്നു. പക്ഷേ ഒരാൾ മാത്രം സഫ് തെറ്റിച്ചു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തെന്നോ? ഒരു വടിയെടുത്ത് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദരത്തിൽ ഒറ്റ തട്ട്. എന്നിട്ട് സഫ് ശരിയായി നിൽക്കാൻ കൽപ്പിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു അല്പം വേദനിച്ചു. അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങയെ അല്ലാഹു കാരുണ്യവാനായിട്ടല്ലേ സൃഷ്ടിച്ചത്. അങ്ങന്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എന്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ വടി തട്ടിച്ച് എനിക്ക് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനോ? അതും സവാദ്. സഹാബികൾ ഉത്കണ്ഠരായി. പക്ഷെ നമ്മുടെ നബിയുണ്ടോ ദേഷ്യപ്പെടൽ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തെന്ന്? വടിയെടുത്ത് സവാദ് റളിയല്ലാഹുവിന്റെ കൈകളിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദ് റളിയല്ലാഹു അപ്പോഴും പരാതി തന്നെ. നബിയെ, അങ്ങന്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എന്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കാൻ കൽപ്പിക്കുന്നുവോ? സഹാബികളുടെ മുഖം ചുവന്നു. കൂട്ടത്തിൽ കേമനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖം ചുവന്നു തുടുത്തു. അദ്ദേഹത്തിന്റെ കൈകൾ വാളിലേക്ക് കുതിച്ചു. അപ്പോഴും ശാന്തനായി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കി. ഇത് കണ്ട് സവാദ് റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു പോയി, എന്റെ നാഥാ, ഞാൻ എന്തൊരു പാപിയാണ്. നബിയോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ കെട്ടിപ്പിടിച്ച് ചുംബനത്തോട് ചുംബനം. ഈ രംഗം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദ്, എന്താണിത്? എന്താണ് ഈ കാണിക്കുന്നത്? നബിയെ, അങ്ങയെ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ചെയ്തതാണ് നബിയെ, എന്നോട് പൊറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രംഗം കണ്ട സഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു, അത്രമാത്രം നമ്മളും നബിയെ സ്നേഹിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഉറുദു ഗാനവുമായി ഷാഹിദ് ഖാൻ. अस्सलामु अलैकुम। मुस्तफ़ा की सबसे ऊंची शान है मेरा नबी, मेरा ईमान है। मेरा नबी, मेरा ईमान है। मुस्तफ़ा की सबसे ऊंची शान है मेरा नबी, मेरा ईमान है। मेरा नबी, मेरा ईमान है। चारों यारों का यही नाम है, चारों यारों का यही नाम है। मेरे सिद्दीक़ उमर उस्मान अली, मेरे सिद्दीक़ उमर उस्मान अली। मुस्तफ़ा की सबसे ऊंची शान है मेरा नबी, मेरा ईमान है। मेरा नबी, मेरा ईमान है। सब कुछ बस मेरा नबी, सब कुछ बस मेरा नबी। हर सहाबी का यही नाम है मेरा नबी, मेरा ईमान है। मेरा नबी, मेरा ईमान है। मुस्तफ़ा की आंखों की तराली जो चमकती है वो तलवार में। मुस्तफ़ा की आंखों की तराली जो चमकती है वो तलवार में।
जो चमकती है वो तलवार में, मुस्तफ़ा को यही पहचान है, मुस्तफ़ा को यही पहचान है, मुस्तफ़ा की सबसे ऊंची शान है। मेरा नबी मेरा ईमान है, मेरा नबी मेरा ईमान है, मेरा ईमान है। अस्सलाम वालेकुम। മുഹമ്മദ് ഹിഷാൻ പി കെ 3ാം ക്ലാസ് ഗാനവുമായി. അസ്സലാമു അലൈക്കും. മുത്തേ ത്വാഹ റസൂലേ മുദ്ദര താജുൽ നൂറേ, ആ നൂറിൻ ചന്തം കാണാനെങ്ങും തേടും എൻ്റെ പുരാനേ, മനസ്സിൻ്റെ മുറാദൊരു തോണേ നീ വിടണേ എൻ മന്നാനേ. മുത്തേ ത്വാഹ റസൂലേ മുദ്ദര താജുൽ നൂറേ, ആ നൂറിൻ ചന്തം കാണാനെങ്ങും തേടും എൻ്റെ പുരാനേ, മനസ്സിൻ്റെ മുറാദൊരു തോണേ നീ വിടണേ എൻ മന്നാനേ. മക്കയിലൊന്ന് കുറൈശികളായി ഇരുന്ന മലർച്ചണ്ടല്ലേ, മരുതിക പുണ്യ റബീഇൽ അവ്വലിൽ അന്നി ഉറങ്ങിയ ചന്ദ്രികയല്ലേ, മന്നൽ അറിവിൽ ഏക ഇലാഹിൻ വചനമുയർത്തിയതല്ല, മയ്യ ബാധ്യത എല്ലാം മറുത്തൊളി വരിച്ചുള്ളൊരു തിരുനബിയല്ലേ. അമ്പര ചെറ്റിയ പടുവാളും ആ പൂവിൽ കേൾക്കും അയകാണ്, ആ മാനത്തിൻ മിന്നിച്ചിരിക്കുന്ന ശത്രുപ്പോളൊളിവാണു. യാതനയേറെ സഹിച്ചവനെന്ന് മദീനയിലായി ചേർന്നില്ലേ, യാതൊരു മടിയും കൂടാതൊന്ന് ആസ്വാദുകൾ മുത്തിനെ വരവേച്ചില്ലേ. യസ്രിബിൽ അന്ന് തുആഉൽ ബദറു ഈണം പരന്നതുമല്ലേ, യാ സയ്യിദി എന്ന രത്തു സുആബുകൾ നബിയെ നെഞ്ചേറ്റിയില്ലേ. അന്ന് മദീനയിലാണെങ്കിൽ ആരംഭ ബീബിനെ കണ്ടെങ്കിൽ ഹൃദയം നീറുമ്പോൾ മുജ്തബ് നൂറിനെ കാണാനായി. മുത്തേ ത്വാഹ റസൂലേ മുദ്ദര താജുൽ നൂറേ, ആ നൂറിൻ ചന്തം കാണാനെങ്ങും തേടും എൻ്റെ പുരാനേ, മനസ്സിൻ്റെ മുറാദൊരു തോണേ നീ വിടണേ എൻ മന്നാനേ. മുത്തേ ത്വാഹ റസൂലേ മുദ്ദര താജുൽ നൂറേ, ആ നൂറിൻ ചന്തം കാണാനെങ്ങും തേടും എൻ്റെ പുരാനേ, മനസ്സിൻ്റെ മുറാദൊരു തോണേ നീ വിടണേ എൻ മന്നാനേ. അസ്സലാമു അലൈക്കും. സിനാൻ പി പി അനുഭവ കഥയുമായി. അസ്സലാമു അലൈക്കും. രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഞാൻ നന്നേ കുട്ടിയായിരിക്കുമ്പോഴുണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാ കേട്ടോ. ചിന്തിക്കുന്നവർക്കിടയിൽ പാഠമുണ്ട്. സംഭവം നടക്കുന്നത് ഞാൻ മദ്രസയിൽ പോകുന്ന കാലത്താണ്. ഒരു ദിവസം ഞാൻ മദ്രസ വിട്ട് ഞാനും എൻ്റെ അടുത്ത കൂട്ടുകാരൻ സലീമും കൂടി വീട്ടിലേക്ക് വരികയായിരുന്നു. തെങ്ങുകളും കവുങ്ങുകളും നിറഞ്ഞ ഒരു തോപ്പിലൂടെ യാത്ര. അന്നേരം ബിദിം എന്ന ശബ്ദത്തോടെ ഒരു നാളികേരം വീണു. സലീം ഒട്ടും വൈകാതെ സാധനം കൈക്കലാക്കി. തൊട്ടപ്പുറത്തെ കവുങ്ങിൻ ചുവട്ടിൽ ഒരു അടക്കയും വീണ് കിടക്കുന്നു. അതെടുക്കാൻ കൂട്ടുകാരനെ എന്നെ പ്രേരിപ്പിച്ചു. വെള്ളിയമ്മക്ക് വെറ്റില മുറുക്കാൻ കൊടുക്കാമല്ലോ എന്നാലോചിച്ച് ഞാൻ അതെടുത്തു. വീട്ടിൽ ചെന്നപ്പോഴല്ലേ പുകില് അടയ്ക്ക് ആര് തന്നു, എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഉമ്മാന്റെ കോർത്ത് വിസ്താരം. ഞാൻ സത്യം പറഞ്ഞു. ഉടൻ കിട്ടി. പുളിവട കൊണ്ട് ചന്തയ്ക്ക് 2 കേവ്. അല്ലോ എൻ്റെ അമ്മോ, ഞാൻ ആർത്തുകാരൻ. കൊണ്ടുപോയി വെക്കട, കിട്ടിയോടുത്ത് മുട്ടേന് മുമ്പേ കക്കാൻ പഠിക്കണ വരാലെ എന്നും പറഞ്ഞ് ശകാര വർഷ. മുഴുവൻ കേൾക്കാൻ നിന്നില്ല, ഒറ്റയട്ടമായിരുന്നു. പിന്നെ ഞാൻ ഓടിയെടുത്ത് പുല്ല് പോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ നല്ല ദാരിദ്ര റോഡാണ് ഇവിടെ. അടക്ക കിട്ടിയോടത്ത് വെച്ച് ഞാൻ വീട്ടിൽ ചെന്നു. സ്കൂളിൽ പോകാൻ നേരം ചായ കുടിക്കുന്ന ഉമ്മക്ക് എന്നോട് അലിവ് തോന്നി. കാരണം അടി കിട്ടിയതിൻ്റെ പാട് നന്നായി നീലച്ച് കാണാമായിരുന്നു. ഉമ്മ എന്നെ തലോടി തന്നു. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി തന്നു.
ആന കട്ടവനും അടക്ക കട്ടവനും കള്ളനാണെന്ന് ബോധ്യപ്പെടുത്തി. ആ അന്നത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ഉമ്മക്ക് വാക്ക് കൊടുത്തു. ഇല്ലുമ്മ, മരണം വരെ ഞാൻ അന്യൻ്റെ ഒന്നും അന്യമായി എടുക്കുകയില്ല. ആ ശബ്ദം ഞാൻ ഇതുവരെ പാലിച്ചു പോന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ വലുതായി. എൻ്റെ കൂട്ടുകാരൻ സലീം ഇപ്പോൾ വലിയ നിലയിലായി. വലിയൊരു വീട്ടിലാണ് അവൻ്റെ താമസം, സെൻട്രൽ ജയിലിൽ. ഇടയ്ക്കിടെ പുറത്തു വരും, പിന്നെയും ജയിലിൽ പോകും. ഇവിടുത്തെ കാലാവസ്ഥ അവന് പിടിക്കാത്തത് കൊണ്ടൊന്നല്ല. മോഷണം, പിടിച്ചുപറി, അടിപിടി തുടങ്ങി സർവ്വ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാണ്. അവരെ അങ്ങനെ ആക്കിയത് ആരാണെന്ന് അവൻ്റെ ഉമ്മ തന്നെ. അന്ന് തേൻ കട്ടുകൊണ്ടുവന്ന മകൻ്റെ സാമർത്ഥ്യത്തെ അവർ പുകഴ്ത്തുകയാണ് ചെയ്തത്. അന്നവർ ഒന്നേ ചോദിച്ചുള്ളൂ, എടുക്കുന്നത് ആരെങ്കിലും കണ്ടുവന്ന്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. അങ്ങനെ അടക്കയിലും തേങ്ങയിലും തുടങ്ങിയ സലീം കോഴി, ആട്, റബ്ബർ ഷീറ്റ്, റേഡിയോ, ടേപ്പ് റെക്കോർഡർ തുടങ്ങി മുന്നോട്ട് പോയി. ഓരോന്നിനും ആദ്യമൊക്കെ അവൻ്റെ ഉമ്മ കൂട്ടുനിന്നു. മോഷണത്തിന് പുറമെ മറ്റു ദുശീലങ്ങൾ പതിവാക്കുകകൂടി ചെയ്തപ്പോൾ, പോലീസിൽ നിന്ന് മർദ്ദനത്തിന് ഡോസ് കൂടുകയും ചെയ്തപ്പോൾ മകനെ അവർ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. അവർക്ക് കിട്ടാത്ത എത്രയായിരുന്നു അന്നവൻ. മകനെ ഒരു നോക്ക് കാണാനോ അവൻ്റെ കൈക്കൊണ്ടൊരിത്തിരി വെള്ളം കുടിക്കാനോ ഒന്നും ആ ഉമ്മക്ക് സാധിക്കുന്നില്ല. അവനെ ഓർത്തവർ കരയുകയാണ്. നിലക്കാത്ത കണ്ണീർമയ അതങ്ങനെ തുടരട്ടെ. കണ്ണീർ വറ്റുമ്പോഴും അവർ അങ്ങനെ കരയട്ടെ. കാരണം സലീമിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് അവരാണല്ലോ. അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിലെ ഷാഹിദും മുർഷാദും കൂടിയ സംഭാഷണം. അല്ല, നീ ഇവിടെ നിൽക്കുകയാണോ? ഇന്ന് നമ്മുടെ മദ്രസയിൽ നബിദിനമല്ലേ, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. നബിദിനം ആഘോഷിക്കൽ ശിർക്കാണെന്നാ എൻ്റെ നേതാക്കന്മാർ പറഞ്ഞത്. ആട്ടെ, ആരാ നിന്റെ ഇത്രയും വലിയ നേതാവ്? നീ അറിയില്ലേ, നമ്മുടെ പടിഞ്ഞാറക്കത്തെ അസൻ മൗലവില്ലേ, മൂപ്പരാന്റെ അവിടുത്തെ നേതാവ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച മൂപ്പന്റെ വീട്ടിൽ എന്തായിരുന്നു പരിപാടി? കണ്ടമാനം കാറും വണ്ടിയും പടിക്കൽ കണ്ടല്ലോ. അത് മൂപ്പിരാന്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്താ പാർട്ടി? ബിരിയാണി, നെയ്ച്ചോറ്, മന്തി, ആട്, കോഴി, പോത്ത്. ആടും പോത്തുമൊക്കെ വന്നിരുന്നോ ബർത്ത്ഡേക്ക്? ജീവനോടെ ഇല്ലട്ടോ, പൊരിച്ചതും കരിച്ചതും വറുത്തതും ഒക്കെയാ. അല്ല സ്നേഹിത, ബർത്ത്ഡേ എന്നാൽ എന്താ? ജന്മദിനം. എടാ സ്നേഹിത, നിന്റെ നേതാവിന് അയാളുടെ മകളുടെ ജന്മദിനം ആഘോഷിക്കാം, അത് ഹലാല്. ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കൽ ഹറാമും ശിർക്കും. ഇതെന്തു പരിപാടിയടാ? അത് ശരിയാണല്ലോ, ഞാൻ അത്രയ്ക്ക് ആലോചിച്ചിട്ടില്ല. അതെ, നിന്നെ പോലെ പലരും ഒന്നും ചിന്തിക്കാതെ എടാക്കുടിയിൽ ചെന്ന് ചാടി അതിൽ കൂടിപ്പെട്ടവരാ. ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നവർ ഈ എടാക്കുടിയിൽ ചെന്ന് ചാടൂലടോ. സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് എന്ത് വിഭാഗവും വേണമെങ്കിലും ഉണ്ടാക്കും. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് ഒരിത്തിരി തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കി വിതരണം ചെയ്യും. അത് ശിർക്ക്. അത് ശരിയാണ്. അതൊന്ന് മൂപ്പരോട് ചോദിച്ചിട്ടേ ഉള്ളൂ. അത് പിന്നെ ചോദിക്കാം. നീ ഇപ്പോൾ മീലാദ് ആഘോഷിക്കാനോ? എന്നാൽ ചലോ മദ്രസ അതിലൊന്ന് കൂടിയിട്ട് മുശ്രിക്കായാൽ ഞാനങ്ങ് സഹിച്ചോളാം. ആനക്കിപ്പോൾ ബുദ്ധി തെളിഞ്ഞു. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. ആമീൻ. മുഹമ്മദ് ഫസീലി 6ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്ന് അറിയുമോ? മുത്തുനബിയുടെ കഥയാണ് കേട്ടോ. ചെറിയ കഥ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്രിയരെ, ഒരു ദിവസം നബി തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്തൻ എന്നിവരെ നബിയെ വിളിച്ചു കളിയാക്കി. പാവം നമ്മുടെ നബിതങ്ങൾ എല്ലാം പുഞ്ചിരിച്ചു കൊണ്ട് കേട്ടു നിന്നു. അപ്പോൾ അവർക്കിടയിൽ നിന്ന് ചിലർ നബിയെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, പുന്നാര നബിയെ, ഈ കാണുന്ന മലകൾ അവർക്ക് മുകളിൽ മരിക്കട്ടെയോ? അപ്പോൾ നമ്മുടെ മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയുമോ കൂട്ടുകാരെ? രണ്ട് ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമുദായക്കാർ. എന്തൊരു സ്വഭാവം! നമുക്കും ഈ സ്വഭാവമാണ് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. മുഹമ്മദ് സയാൻ കെ ഗാനവുമായി. അസ്സലാമു അലൈക്കും.
എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേന്മോനെ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേന്മോനെ. മക്കയിലെല്ലാവർക്കും അൽ അമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മക്കയിലെല്ലാവർക്കും അൽ അമീനെ, മണ്ണിലെ റഹ്മത്തുൽ ആലമീനെ. മുത്ത് മുഹമ്മദ് റസൂലേ, കൽബിൽ സത്തായ റസൂൽ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേന്മോനെ. മദീന റൗളയിൽ മയങ്ങിടുന്നേ, മതി പോലൊളിലെങ്കും പൂമുഖമേ. മദീന റൗളയിൽ മയങ്ങിടുന്നേ, മതി പോലൊളിലെങ്കും പൂമുഖമേ. ഇന്ന് എനിക്ക് നവില് വരണേ, നബിയെ ചുണ്ടുകൊണ്ട് മുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേന്മോനെ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേന്മോനെ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് അൽത്താഫ് പ്രസംഗവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അല്ലാഹു തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയത്. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ കയറി കളിക്കുമായിരുന്നു. കുട്ടികൾ വീഴുമോ എന്ന് കരുതി കുറെ നേരം സുജൂദിൽ തന്നെ കിടന്നിട്ടുണ്ട്. യത്തീ മക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ലാലിക്കരുത് എന്ന് പറഞ്ഞ പുണ്യ പൂമാനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തെ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നതും വഴിയിൽ തടസ്സങ്ങൾ നീക്കുന്നതും അതൊരു ചെറിയ കല്ലാണെങ്കിൽ പോലും ധർമ്മമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തീങ്ങൾ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. വഫാത്തിന്റെ നേരത്തു പോലും എൻ്റെ ഉമ്മത്തീങ്ങൾ എന്ന് വിളിച്ചായിരുന്നു കരഞ്ഞത്. നാളെ മഹ്ശറയിൽ ആരോടും തുണയില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാവുകയുള്ളൂ. മരിക്കുന്നതിന് മുമ്പായി റൗള ഷരീഫ് കാണാനും നാളെ മഹ്ശറയിൽ വെച്ച് ശഫാഅത്ത് ലഭിക്കുവാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാനും അല്ലാഹു നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതോടെ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3ാം ക്ലാസ്സിലെ അബ്ദുള്ള സ്വാലിഹ് കഥയുമായി.
അസ്സലാമു അലൈക്കും. നമ്മുടെ നബിയുടെ കാലത്ത് മക്കയിൽ ഒരു ധീരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം അയാളുടെ വീട്ടിലിരുന്ന് ഭാര്യയോട് ഓരോ കാര്യവും പഴക്കുമായിരുന്നു. നമ്മുടെ മാണിക്കക്കല്ലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുന്നതിനെ കുറിച്ചായിരുന്നു പറയുന്നത്. ഇത് സഹിക്കാൻ പറ്റാതെയായപ്പോൾ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, നിർത്തുന്നുണ്ടോ ഈ വലിയ വർത്താനം? അത്രമെടുക്കാണെങ്കിൽ മുഹമ്മദിനെ ഒന്ന് കൊന്നേ. ഭാര്യയുടെ ഈ വർത്തമാനവും കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഒന്നും കൂടി ഉഷാറായി. അയാൾ നബിയെ കൊല്ലാൻ പുറപ്പെട്ടു. നബി തങ്ങൾ തന്റെ വീട്ടിൽ നിസ്കാരത്തിലാണ്. അപ്പോഴാണ് തന്റെ കഥാനായകന്റെ കയറി വരവ്. ഒന്നങ്ങ് നോക്കിയേയുള്ളൂ. ഓടി വരണേ, രക്ഷിക്കണേ എന്ന് ആർത്തു വിളിച്ച് അലറിക്കൊണ്ട് ഓടടാ ഓട്ടം. പിന്നെ വീട്ടിൽ ചെന്ന് ഒച്ച വീയലായിരുന്നു. ഭാര്യ ഓടി വന്നു. എന്തു പറ്റും മനുഷ്യ? വെള്ളം വെള്ളം എന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഒരു കുടം വെള്ളം ഒറ്റടിക്ക് കുടിച്ചു തീർത്തു. ഭാര്യ ചോദിച്ചു, മുഹമ്മദിനെ കൊന്നോ? അയാൾ പറഞ്ഞു, ഞാനായതുകൊണ്ട് ജീവനോടെ തിരിച്ചു വന്നു. നീ ആയിരുന്നെങ്കിൽ അപ്പം തന്നെ അവിടെ ചത്തു വീണേനെ. ഭാര്യ ചോദിച്ചു, എന്തു പറ്റും മനുഷ്യ, കാര്യം പറയോ? അയാൾ പറഞ്ഞു, ഞാൻ നബിയെ കൊല്ലാൻ വാളുമെടുത്ത് പുറപ്പെട്ടു. ഒന്നങ്ങ് നോക്കിയുള്ളൂ. നബിയുടെ രണ്ടു ഭാഗത്തും ഓരോ സിംഹം കാവൽ നിൽക്കുന്നു. അവർ എന്നെ തുറിച്ചു നോക്കി. എന്റെ ശരീരത്തിലേക്ക് ചാടാനായപ്പോഴേക്കും ഞാൻ അവിടുന്ന് ഓടിത്തടി സലാമത്താക്കി. അത് കേട്ട ഭാര്യ അയാളെ കുറെ കളിയാക്കി. അയാൾ തല താഴ്ത്തിരുന്നു. എതിർത്ത് ഒന്നും പറഞ്ഞില്ല. അതെന്താണെന്നോ, നമ്മുടെ ചില ഉപ്പമാരെ പോലെ അയാൾക്കും ഭാര്യയെ പേടിയുണ്ടായിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? അതാണ് അബൂജഹൽ. എന്നാ ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. മിൻഹാജ് ഓക്കെ ഗാനവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരക്കനി മരം ദ്വാരസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ ആദരക്കനി മരം ദ്വാരസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ നബി 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 ഉലകിൽ സലാം സലാം നിലവേ നബി നബി ഉദവി കലം കലം പ്രഭവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം ആലമിൻ അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാനിധി ലെങ്കും ജമാലെ പാരിതിൽ പിരിശിൽ ലങ്കി മദീന പാലകൻ പ്രിയമിൽ തന്ന നബീന പാലൊളി വിതറും മുത്ത ഹബീബെ പാവന തീരം എൻ്റെ നസീബെ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലം കലം പ്രഭവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം നിദാനം. അസ്സലാമു അലൈക്കും. അടുത്തത് പ്രസംഗം മുഹമ്മദ് ഷംബീൽ, 4ാം ക്ലാസ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഈ സുന്ദരത്തിൽ ഞാൻ 2 വാക്ക് പറയാം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉമ്മമാരെ കുറിച്ചാണ്. ഉമ്മമാർ എങ്ങനെയാണോ നല്ലതാകുന്നതിനും ചീത്തയാകുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നത് ഉമ്മയാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ ഉസ്താദ് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, കുട്ടിയായ എന്നെ പോലെ വളർന്നവരെ നല്ല കാര്യം പഠിക്കുക. ഉമ്മമാരെ നിങ്ങൾ സൽഗുണ സമ്പന്നയാവണം.
ചെറുപ്പത്തിൽ തന്നെ ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഞങ്ങളെ കേൾപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പാട്ടുകളും കഥകളുമാണ്. അങ്ങനെ കേട്ടു വളർന്നാൽ നല്ലവരാകും. അതിന് ഉമ്മമാരുടെ സഹായം ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മുഹമ്മദ് ബിഷർ KP ഗാനവുമായി. അജബുകൾ കണ്ട നിലാവല്ലേ, അനീതി മാറ്റിയ നൂറല്ലേ, അന്ധത നീക്കിയ കമറല്ലേ, അസർ മുല്ല തോൽക്കും നിധിയല്ലേ, ആലം വാഴ്ത്തും താജല്ലേ, ആതിര തോൽക്കും ഒളിവല്ലേ, ആഹിറ ലോക ശഫീയല്ലേ, ആമ്പൽ പൂ നിർമ്മലമല്ലേ, ചന്ദ്രിക തോൽക്കും ഒളിവല്ലേ, ചാരുത ചിന്ത നയിച്ചു അവർ, ചൂഷണം മാറ്റിയ പൊൻപതരെ, ചൂതാട്ടം നീക്കിയ ഹൈറവരെ. അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മുഹമ്മദ് ഫർഹാൻ KV ഗാനവുമായി. അസ്സലാമു അലൈക്കും. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ, അല്ലാഹു ഞങ്ങളെ കാത്തിടണേ, യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ, കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ, നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ, യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ, അല്ലാഹു ഞങ്ങളെ കാത്തിടണേ, പാപികളാകും ഞങ്ങൾക്കെല്ലാം നിർവഹി നൽകണേ, ഇരുളണിയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ, പാപികളാകും ഞങ്ങൾക്കെല്ലാം നിർവഹി നൽകണേ, ഇരുളണിയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ, നിന്നാമങ്ങൾ വായ്ത്തീടാൻ തൗഫീഖേകല്ലാ, നിന്നാമങ്ങൾ വായ്ത്തീടാൻ തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ, യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ, അല്ലാഹു ഞങ്ങളെ കാത്തിടണേ, മുള്ളാൻ മൂടും പൂവനേരം ഓർമ്മപ്പെടുത്തണേ, തെറ്റിൽ തെളിയും ദീപം അങ്ങ് ഊതിക്കെടുത്തണേ, മുള്ളാൻ മൂടും പൂവനേരം ഓർമ്മപ്പെടുത്തണേ, തെറ്റിൽ തെളിയും ദീപം അങ്ങ് ഊതിക്കെടുത്തണേ, കാലിടറാതെ ദീനിൻ വഴിയിൽ എന്നും നടത്തണേ, കാലിടറാതെ ദീനിൻ വഴിയിൽ എന്നും നടത്തണേ, ഈമാൻ വളർത്തണേ, അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ, അല്ലാഹു ഞങ്ങളെ കാത്തിടണേ, കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ, നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ, യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ, യാ റഹീമല്ലാ, യാ റസാഖല്ലാ, യാ റഫീഖല്ലാ, യാ റഊഫല്ലാ. അസ്സലാമു അലൈക്കും. 3ാം ക്ലാസ്സിലെ മുഹമ്മദ് നജ്വാൻ പ്രസംഗവുമായി. അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, ഈ വേളയിൽ മുത്തനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഞാൻ അല്പം നിങ്ങളോട് സംസാരിക്കട്ടെ. പ്രസന്നവതരായി നിൽക്കാൻ കഴിയുക ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഉയർന്ന നിലവാരമാണല്ലോ സൂചിപ്പിക്കുന്നത്.
തന്റെ സഹോദരന് നേരെയുള്ള ഒരു പുഞ്ചിരിയും ഒരു ധർമ്മമാണ്. ഇതോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു മുത്തനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. മുത്തനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഒരു ഗ്രാമവാസി നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന പുതപ്പ് ശക്തിയായി വലിച്ചു. നബിയുടെ കഴുത്തിൽ അതിന്റെ പാട് വീണു. നബിയെ ആക്രമിക്കാൻ വേണ്ടിയല്ലായിരുന്നു ചെയ്തത്, പക്ഷെ നബിയോട് സംഭാവന ചോദിക്കാനായിരുന്നു. നബി ഒരു പുഞ്ചിരിയോടെ ഗ്രാമവാസിയുടെ മുഖത്തേക്ക് നോക്കി ഗ്രാമവാസിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവരോട് കൽപ്പിച്ചു. കൂട്ടുകാരെ, നബിയുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നമുക്കും മാറണം, നമ്മുടെ സ്വഭാവ ശൈലി മാറണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. 6ാം ക്ലാസ്സിലെ മുഹമ്മദ് ഫുഹൈം ഗാനവുമായി. അസ്സലാമു അലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, അമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരെ കുന്നിലെ മഞ്ചലയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കണലാണല്ലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയ കടലിലെ മുത്തുകളാണോ, അമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരെ കുന്നിലെ മഞ്ചലയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കണലാണല്ലോ. മരുഭൂമി മരുവച്ച വിരിയുന്ന പൂവേ, മണിമക്ക ഉദയത്തല്ലാതിശയ ജീവേ. മരുഭൂമി മണിമക്ക വിരിയുന്ന പൂവേ, മണിമക്ക ഉദയത്തല്ലാതിശ ജീവേ. ആശിച്ചൊരാശ പൂക്കളോ, ആരും കോതിച്ചോ തന്നലോ, ആരും കോതിച്ചോ തന്നലോ. ആകാശത്തിലെ അമ്പിളിയാണോ, ആയ കടലിലെ മുത്തുകളാണോ, അമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരെ കുന്നിലെ മഞ്ചലയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കണലാണല്ലോ. അസ്സലാമു അലൈക്കും. 1ാം ക്ലാസ്സിലെ ബിശ്റുൽ ഹാഫി സ്നേഹമെന്തെന്നറിയണമെങ്കിൽ എന്ന പാട്ടുമായി. സ്നേഹമെന്നറിയണമെങ്കിൽ നബിയെ പുൽഗണം, സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീക്കണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീക്കണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീക്കണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽഗണം. സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീക്കണം. സൽഗുണനേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീക്കണം.
അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മുഹമ്മദ് നിജാദ് PP ഗാനവുമായി. അസ്സലാമലൈക്കും. മരുഭൂവിൻ മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൻ അണയുന്നൊരതിർപ്പച്ചുണ്ട്. തോലാനിൽ ഈണം പാടി തോരണഹരം തുടി തോറസൂലിന് വരവേൽക്കാൻ തുയ്ബയിൽ കൂടി. തോലാനിൽ ഈണം പാടി തോരണഹരം തൂടി തോറസൂലിന് വരവേൽക്കാൻ തുയ്ബയിൽ കൂടി. മരുഭൂവിൻ മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൻ അണയുന്നൊരതിർപ്പച്ചുണ്ട്. ജന്മത്തിൻ കുളറും കൽബത്തിൻ ദേശത്തിൽ മാലൻ തെളിയും ആ സൗറുള്ളിൽ കഥനം നിറഞ്ഞു. ജമലിന്റെ പുറമേറെ സത്തിൽ കൂടൊരുമിച്ച് തിങ്കൾ ഹബീബും വരുന്നേ, ആ റിസ്കിൻ സുഗന്ധം പരന്നേ. പാരിന്റെ നായകനായി നേരിന്റെ വായകനായി തിരി തൂക്കി പരിശുദ്ധമുത്ത്. പാരിന്റെ നായകനായി നേരിന്റെ വായകനായി തിരി തൂക്കി പരിശുദ്ധമുത്ത്. മരുഭൂവിൻ മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൻ അണയുന്നൊരതിർപ്പച്ചുണ്ട്. സ്നേഹത്തിൻ ഇണങ്ങൾ ദഫിന്റെ താളങ്ങൾ പാടുന്നു വർണ്ണബനാത്ത്, ആ പൂവിനെ പുലരും കാത്ത്. മുഞ്ചിൽ മാദീനത്തും മസ്ജിദോയേരുന്നേ മരുപച്ച മരുമഞ്ഞിക്കൂട്ട്. മുഞ്ചിൽ മാദീനത്തും മസ്ജിദോയേരുന്നേ മരുപച്ച മരുമഞ്ഞിൻ കൂട്ട്. മരുഭൂവിൻ മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൻ അണയുന്നൊരതിർപ്പച്ചുണ്ട്. അസ്സലാമു അലൈക്കും. മദ്ഹ് റസൂൽ പ്രഭാഷണവുമായി 8ാം ക്ലാസ്സിലെ മഅറൂഫ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നാം ഇന്ന് സന്തോഷത്തിലാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമ മാതൃക എന്ന വിഷയത്തെ അധികരിച്ച് ഏതാനും ചില വാചകങ്ങൾ പറഞ്ഞു ഞാൻ വിരാമം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത് ലോകത്തിനാകെ കാരുണ്യമായാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനാകെ കാരുണ്യമാണ്. എന്നാൽ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനാകെ മാതൃകയുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. അതെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായും പിതാവായും അധ്യാപകനായും നല്ല ഭർത്താവായും നായകനായും ഇങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സർവ്വവിധ മേഖലകളിലും അവിടുന്ന് വിരോധിയാസം രചിച്ചു. ഏത് മേഖലയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു മാതൃക നമുക്ക് ദർശിക്കാവുന്നതാണ്. ലോകത്ത് ഒരുപാട് നേതാക്കൾ കഴിഞ്ഞുപോയി. ഗാന്ധിജി, നെഹ്റു, ടോൾസ്റ്റോയ്, കാർൽ മാർക്സ് തുടങ്ങിയ എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരുമായ പലരെയും നമുക്കറിയാവുന്നതാണ്. പക്ഷേ അവരെല്ലാം ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് പോരായ്മകൾ കണ്ടെത്തപ്പെട്ടവരാണ്. അവരിലൊന്നും ഉദാത്തമായ മാതൃക നമുക്ക് ദർശിക്കാനാവില്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ നേതാവായിരുന്നു. തന്റെ അനുയായികൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് സാധിച്ചു. അവരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. കാട്ടറിവുകളായിരുന്ന ഒരു കൂട്ടം സമൂഹത്തെ വിജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും സഹനത്തിന്റെയും സഹാനുഭൂതിയുടെയും 6ാം അതിലേക്ക് നയിച്ചു. സമാധാനത്തിന്റെ സ്നേഹ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറി.
നല്ലൊരു നേതാവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽ കാണാവുന്നതും മാതൃകയാക്കാവുന്നതുമാണ്. സ്നേഹിതരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലൊരു ഭർത്താവിന് ഉദാത്തമായ മാതൃകയാണ്. നോക്കുക, സ്വന്തം ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ഓട്ട മത്സരം നടത്തുന്ന വിശ്രുതനായ ഒരു ഭർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭാര്യയോടൊപ്പം രസിക്കുകയും ചിരിക്കുകയും സല്ലപിക്കുകയും ചെയ്യണമെന്ന സന്ദേശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചത്. സ്നേഹിതരെ, അതുപോലെ നല്ലൊരു പിതാവിനെയും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കാര്യങ്ങൾ അന്വേഷിച്ചു ചെല്ലുന്ന ഉത്തമനായ പിതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രശ്നങ്ങൾക്ക് ആത്മീയ പരിഹാരം നൽകുന്ന വാപ്പയെ നിങ്ങൾക്ക് നബി ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. പേരക്കുട്ടികൾക്കൊപ്പം ആനന്ദം പങ്കിടുന്ന പിതാവിനെ ചരിത്രത്തിൽ കാണണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പുസ്തകം മറിക്കുക തന്നെ വേണം. സ്നേഹിതന്മാരെ, നിങ്ങൾ നല്ലൊരു അധ്യാപകനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുകയും ആദരവും ബഹുമാനവും പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ച ഉത്തമനായ അധ്യാപകനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആകയാൽ സ്നേഹമുള്ളവരെ, നല്ലൊരു നേതാവിനെ, പിതാവിനെ, അധ്യാപകനെ തുടങ്ങി നിഖില മേഖലകളിൽ ശോഭിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനാകെ ഉത്തമമായ മാതൃകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകലവിധ മേഖലകളും മാതൃകയാക്കി ജീവിതത്തിൽ പുഷ്പങ്ങൾ വിരിച്ച് നമുക്ക് മുന്നേറാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നബി അവർ ആരാണ് എന്ന പാട്ടുമായി 1ാം ക്ലാസ്സിലെ മിസ്സാബ്. അസ്സലാമലൈക്കും. നമ്മുടെ നബി അവരാരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്. നബിയുടെ ഉമ്മ ആരാണ്? ഉമ്മ ബീവി ആമിനയാ. നബിയുടെ ഉപ്പ ആരാണ്? ഉപ്പ അബ്ദുള്ളവരാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. സ്നേഹിക്കണം നബിയെ നാം, പിൻപറ്റണം നബിയെ നാം. അസ്സലാമലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം. ഗാനവുമായി ഷമ്മാസ് 2ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനിന്റെ പൂമോനെ, വാപ്പ അബ്ദുള്ളന്റെ തേമോനെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനിന്റെ പൂമോനെ, വാപ്പ അബ്ദുള്ളന്റെ തേമോനെ. മക്കയിലെല്ലാവർക്കും അൽ അമിനെ, മണ്ണിൽ ആലമിനെ. മുത്ത് മുഹമ്മദ് റസൂലെ, കൽബിൽ സത്തായ താഹ റസൂലെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിന്റെ പൂമോനെ, വാപ്പ അബ്ദുള്ളന്റെ തേമോനെ. മദീന റൗളയിൽ മയങ്ങിടുന്നേ, മതിപ്പോലൊഴിയങ്കും പൂമുഖമേ. മദീന റൗളയിൽ മയങ്ങിടുന്നേ, മതിപ്പോലൊഴിയങ്കും പൂമുഖമേ. ഇന്നുമെങ്കിലായുയരണേ, നബിയായി ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനന്റെ പൂമോനെ, വാപ്പ അബ്ദുള്ളന്റെ തേമോനെ. എന്റെ റസൂലിനെ കാണാൻ എന്തു രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിനന്റെ പൂമോനെ, വാപ്പ അബ്ദുള്ളന്റെ തേമോനെ. അസ്സലാമു അലൈക്കും. പറയൂ പറയൂ കുട്ടികളെ 1ാം ക്ലാസ്സിലെ അഫ്ലഹ് ഗാനവുമായി. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സല്ലല്ലാഹു ആമന്നാ ബി റസൂലില്ലാ.
നബിയുടെ ബാപ്പ അബ്ദുള്ള, ആമിന ബീബി പൊന്നുമ്മ, നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യമദീനത്ത്. അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മുഹമ്മദ് തമീം കഥ പറയുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്നറിയുമോ? നമ്മുടെ മുത്തുനബിയുടെ കഥയാണ് ട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്രിയവരെ, ഒരു ദിവസം വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്തൻ എന്നിവരെ പിടിച്ചു കളിയാക്കി. പാവൻ നമ്മുടെ നബി തങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചിലർ അവരിൽ നിന്ന് കല്ലെടുത്തെറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവിടെ വന്ന് ചോദിച്ചു, നബിയെ, ഈ കാണുന്ന മലകൾ ഇവർക്ക് മുകളിൽ ഞാൻ മറിച്ചോട്ടയോ? അപ്പോൾ നമ്മുടെ നബിയുടെ മറുപടി എന്തായിരുന്നു അറിയാമോ കൂട്ടുകാരെ? വേണ്ട ജിബ്രീലെ, ഇവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. എന്തൊരു സ്വഭാവം! നമുക്കും ഇങ്ങനെ ആവേണ്ടേ കൂട്ടുകാരെ? റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നാ ഞാൻ പോകട്ടെ. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മുഹമ്മദ് നവാഫ് ഗാനവുമായി. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊന്തട്ടിൽ ചെന്നാണ് കൊതി. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊന്തട്ടിൽ ചെന്നാണ് കൊതി. അധിപതി പെരിയോന് നീ വിധിയരുളിടുകോന്, സദൈതൈരവാണ് തൗഫീഖ് താറഹീം. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊന്തട്ടിൽ ചെന്നണയാൻ കൊതി. സുരപതി സരണി സുഹൃതം വിതച്ചിടുതരണി, സുബ്ഹാന്റെ സമ്മാനം തിരുഗുരുമദനി. സുരപതി സരണി സുഹൃതം വിതച്ചിടുതരണി, സുബ്ഹാന്റെ സമ്മാനം തിരുഗുരുമദനി. അഖില ലോക സയ്യിദി അകമിലെ മഹൽനിധി, അറ്റലെ മുഹമ്മദി അർശിലും മഹോന്നതി. അഖില ലോക സയ്യിദി അകമിലെ മഹൽനിധി, അറ്റലെ മുഹമ്മദി അർശിലും മഹോന്നതി. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊന്തട്ടിൽ ചെന്നണയാൻ കൊതി. അഖില ലോക സയ്യിദി അകമിലെ മഹൽനിധി, അറ്റലെ മുഹമ്മദി അർശിലും മഹോന്നതി. അലങ്കൃതവദനം അലമുൽ ഹുദ നബി സുവനം, അരുമപ്പം തിരികത്തും പൂങ്കാവനം. അലങ്കൃതവദനം അലമുൽ ഹുദ നബി സുവനം, അരുമപ്പം തിരികത്തും പൂങ്കാവനം. സൽസബീൽ സാരഥി സൽഗുണമൊഴുകുന്നതി, ഹാശികീങ്ങളെ ശ്രുതി ഹാശിമോംശസന്നതി. സൽസബീൽ സാരഥി സൽഗുണമൊഴുകുന്നതി, ഹാശികീങ്ങളെ ശ്രുതി ഹാശിമോംശസന്നതി. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി, പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. 3ാം ക്ലാസ്സിലെ മുഹമ്മദ് റിഷാൻ ഗാനവുമായി. മൗത്തണയുന്നൊരു മുൻപേ പുണ്യമദീനത്ത്, മെഹബൂബന്തിയുറങ്ങും ആ സുന്ദര ദേശത്ത്. മെഹബൂബെ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്, മുല്ലപ്പൂ മണവീശും നാട്ടിൽ എത്താം ആജത്ത്. മൗത്തണയുന്നൊരു മുൻപേ പുണ്യമദീനത്ത്, മെഹബൂബന്തിയുറങ്ങും ആ സുന്ദര ദേശത്ത്. മെഹബൂബെ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്, മുല്ലപ്പൂ മണവീശും നാട്ടിൽ എത്താം ആജത്ത്. ആലമിൽ അഹദിന്റെ മുത്ത് റസൂല് പിറന്നു, ആമിന ബീബിയുടെ പൂമകനായി പിറന്നു. ആലമിൻ അഹദിന്റെ മുത്ത് റസൂല് പിറന്നു, ആമിന ബീബിയുടെ പൂമകനായി പിറന്നു. ആയിര എന്നാൽ കരുണാം സലാത്ത്, ആയിര എന്നാൽ
സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അടുത്തത് ഗാനം ആലപിക്കുന്നു മുഹമ്മദ് മിദ്ലാജ്, 1-ാം ക്ലാസ്. രണ്ടാം ക്ലാസ്സിലെ മുഹമ്മദ് ഷാമിൽ ഗാനം ആലപിക്കുന്നു. അസ്സലാമലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേനോനെ, മക്കയിലെല്ലാവർക്കും അൽ അമിനി, മണ്ണിൽ റഹ്മത്തുൽ ആലമിനി. മക്കയിലെല്ലാവർക്കും അൽ അമിനി, മണ്ണിൽ റഹ്മത്തുൽ ആലമിനി. മുത്ത് മുഹമ്മദ് റസൂൽ, കൽബിൻ സത്തായ റസൂൽ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ, മദീന റൗളയിൽ മയങ്ങിടുന്നു മതി പോലൊളിങ്ങും പൂമുഖമേ. മദീന റൗളയിൽ മയങ്ങിടുന്നു മതി പോലൊളിങ്ങും പൂമുഖമേ. എനിക്കിനവിൽ വരണേ മുത്തം നബിയ ചുണ്ടുകൊണ്ടൊരു മുത്തം തരണേ. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനന്റെ പൂമോനെ, ബാപ്പ അബ്ദുള്ളന്റെ തേൻമോനെ. അസ്സലാമു അലൈക്കും. പ്രസംഗവുമായി മുഹമ്മദ് ഫായിസ് പി, 7-ാം ക്ലാസ്. ആദരവോരെ പണ്ഡിതരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മുത്തനബിയുടെ മീലാദാണല്ലോ എല്ലായിടത്തും അറിയുന്നത്. ചില കൂട്ടുകാർ മുത്തനബിയെ ബാക്കി പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിക്കുന്ന മുത്തനബി നമ്മെ പലതാണ് ഓർമ്മപ്പെടുത്തുന്നതിനുള്ള കടപ്പടയെ കുറിച്ചാണ്. അതിനൊരു ഇഷ്ടമുള്ള വിഷയമാണല്ലോ. ഉമ്മ എന്ന മുന്നക്ഷരം കുറിക്കുന്നത് ഇസ്ലാം എന്ന മുന്നക്ഷരത്തെയാണ്. മക്കളാരും ഉമ്മ കൊടുത്താലും ജീവിതമായി ശ്രമിച്ചാലും ആ മാതൃഹൃദയം എന്ന സ്നേഹസാര സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. ഇസ്ലാം ഉമ്മമാർക്ക് എന്ന മാറ്റത്തിന് അതിർവരമ്പില്ല. അത് ആ തിരുവാതിന് കീഴാണ് സ്വർഗം എന്ന പ്രവാചകത്തിനും അതിന് മതിയായ തെളിവാണ്. മാത്രമല്ല ഒരിക്കൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണെന്ന് സ്വാപത്തിന്റെ ചോദ്യത്തിനെ നിന്റെ ഉമ്മയോട് എന്നാണ് മുത്തനബി മൊഴിഞ്ഞത്. അത്രത്തോളം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മെ 10 മാസം ചുമന്ന ദിനങ്ങൾ, ആ പ്രസവത്തിന്റെ നമ്പർ നിമിഷങ്ങൾ, അതിനുശേഷമുള്ള ക്ലേശകരമായ സന്ദർഭങ്ങൾ, അവിടെ ക്ഷമയെ നമുക്ക് അളക്കാനാകുമോ? ഇല്ലേ, ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്, എനിക്ക് നിങ്ങൾ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത്, എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക, അതിനുശേഷം മാതാപിതാക്കൾക്ക് നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല അവരോട് ചേർന്ന് ചെറു പുച്ഛവാക്ക് പോലും വരുത്. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സാര സത്യങ്ങളെല്ലാം ചവിട്ടി പതിച്ച് ഖുർആൻ അധ്യാപനം ത്രാളികരിച്ച് മുത്തിനെപ്പോലെ മോഹത്തിന്മേൽ കടാരച്ച് ഉമ്മമാരെ വീടിന്റെ പടികടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന അനുദിനം കൊണ്ടുകൊടുക്കുന്ന ദയനീയമായ രംഗമാണ് നമ്മളിപ്പോൾ സോഷ്യൽ വാർത്താ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പരിചരിക്കേണ്ട ആവശ്യകതയെ തിരുനബി അടയാളപ്പെടുത്തിയത്. അതുകൊണ്ട് അവരെ ആദരിക്കുകയും സേവിക്കുകയും വൈസ്വർഗീയ സ്വാർത്ഥമാക്കാൻ നാം സദാ ശ്രമിക്കേണ്ടതുണ്ട്. ഉമ്മയെ സേവിച്ചും സ്നേഹിച്ചും സദാ പ്രാർത്ഥിച്ചും അവരുടെ കാൽ കീഴിലുള്ള ആ സ്വർഗീയ സമ്പാദത്തിന് വേണ്ടിയാവട്ടെ നമ്മുടെ ഓരോ സമയവും നിമിഷങ്ങളും എന്നാശിച്ച് കൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറെ മദീന 2020 പെൺകുട്ടികൾക്കായി നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവരുടെ ഫലം അറിവാകുന്നു. കാറ്റഗറി എ 3ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ. ചിത്രരചന പെൻസിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഹിദ ഫാത്തിമ PK 5ാം ക്ലാസ്. ചിത്രരചന ജലഛായം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഫാത്തിമത്ത് റുഷ്ദ KP 5ാം ക്ലാസ്. കഥാരചന ഒന്നാം സ്ഥാനം ഫാത്തിമ സഹ്ല C 5ാം ക്ലാസ്. കവിതാരചന ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഹിദ ഫാത്തിമ PK 5ാം ക്ലാസ്. ക്വിസ് കോമ്പറ്റീഷൻ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു നജാഫ് ഫാത്തിമ. കാറ്റഗറി ബി 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. ചിത്രരചന പെൻസിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ജസറ ജന്ന PK 9ാം ക്ലാസ്. ചിത്രരചന ജലഛായം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു നജാ തസ്നീം PV 9ാം ക്ലാസ്. കഥാരചന ഒന്നാം സ്ഥാനം ഷഫ്ല സോന PK 9ാം ക്ലാസ്. കവിതാരചന ഷഫ്ല സോന PK 9ാം ക്ലാസ്. ക്വിസ് കോമ്പറ്റീഷൻ ജസ ഫാത്തിമ 7ാം ക്ലാസ് ആൻഡ് ദിയാന 9ാം ക്ലാസ്. പ്രബന്ധം മലയാളം ഫാത്തിമ നജ PP 8ാം ക്ലാസ്. കാലിഗ്രാഫി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അംന ലദീദ KC 8ാം ക്ലാസ്. സോഷ്യൽ ട്വീറ്റ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഫാത്തിമ നജ PP 8ാം ക്ലാസ്. കൊളാഷ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു മെഹ്ന റസാഖ് C 10ാം ക്ലാസ്. അടിക്കുറിപ്പ് മത്സരം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഫാത്തിമ K 9ാം ക്ലാസ്. സ്റ്റാറ്റസ് വീഡിയോ കോമ്പറ്റീഷൻ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു അംന ലദീദ 8ാം ക്ലാസ്. ഈ പോസ്റ്റർ നിർമ്മാണം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു മുഫീദ KK 8ാം ക്ലാസ്. പോസ്റ്റർ ഡിസൈനിങ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഹിബ ഫാത്തിമ PK 7ാം ക്ലാസ്. ന്യൂസ് റൈറ്റിംഗ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഫാത്തിമ നജ PP. ഫോട്ടോ ക്ലിക്ക് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ജസ ഫാത്തിമ 7ാം ക്ലാസ്. കിഡ്സ് വിഭാഗം 1-2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്കായി നടത്തപ്പെട്ട മത്സരങ്ങളുടെ ഫലങ്ങൾ. കഥ പറയൽ സുമയ്യ റജ 2ാം ക്ലാസ്. പാട്ടുപാടൽ ആയിഷ ഹുസ്ന 2ാം ക്ലാസ്. ചിത്രവര ഫാത്തിമ റിഫ E 1ാം ക്ലാസ്. ഫാമിലി മാഗസിൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു കണ്ടം കുളങ്ങര ഫാമിലി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ പിഞ്ചുമക്കളുടെ കലാവിരുന്നിന് സമാപനം കുറിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട OK ശിഹാബുദ്ദീൻ ബാക്കവി ഉസ്താദിനെ നന്ദിപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ സയ്യിദ് അവറുകൾ, നമ്മുടെ എല്ലാമായ മദ്രസ സദർ ഉസ്താദ്, മറ്റ് ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന ഒരു ഇബാദത്തായി അംഗീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1495-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് കക്കോദാറുൽ സുന്നി മദ്രസയിലെ പിഞ്ചോമനങ്ങളുടെ വൈവിധ്യമാർന്ന കലാവിരുന്നുകൾക്ക് തിരശീല വീണിരിക്കുകയാണ്.
അൽഹംദുലില്ലാ കഴിയും വിധമൊക്കെ നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. എല്ലാം ഇനി വല്ല പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ സാഹചര്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങളൊക്കെ അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യണമെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥന നടത്തിയ സയ്യിദ് KCK തങ്ങൾ അൽ ബുഖാരി അവർ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമുക്ക് തണലായി വർദ്ധിക്കുവാൻ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിൻ്റെ ഈ പരിപാടിയുടെ തന്നെ എല്ലാമായ മുഖ്യ പ്രധാനമായി ഒരുപാട് റിസ്കുകൾ എടുത്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ച് പല പരിപാടികളും മാറ്റിവെച്ച് ഇതിനെ പൂർവോപരി വിജയത്തിലേക്ക് എത്തിച്ച നമ്മുടെ മദ്രസയിലെ സുഹൃസ്താദ് അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട ഹംസ മുസ്ലിയാർ അല്ലാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ ഇതിനു വേണ്ടി സഹകരിച്ച, ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥിനികൾക്കും സഹോദരിമാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറു നന്ദി പ്രകടനം ഇവിടെ വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അധ്യക്ഷന്റെ സമ്മതപ്രകാരം 3 സ്വലാത്തോടു കൂടി ഈ യോഗം അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم.